A0, A6 5 MHz, A0, A6 2 8 MHz, A0, A6 1 10 MHz. It uses two stages of pipelining, fetch stage and execute stage, which improves performance. Fetch stage can protect up to 6 bytes of instruction and stores them in queue. Okay, clear? A0, A6 is a 16-bit microprocessor. Comparison between A085 and A086 microprocessor. Size: A085 is a 8-bit microprocessor, whereas A086 is a 16-bit. A085 8-bit ആണ്, A086 16-bit microprocessor ആണ്. 8086-85ന് 16-bit അഡ്രസ്സ് ഉള്ളപ്പോൾ A086ന് 20-bit അഡ്രസ്സ് ഉണ്ട്. A085ന് 64 മെമ്മറി കപ്പാസിറ്റി ഉള്ളപ്പോൾ A086ന് 1 MB മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. A085 doesn't have an instruction queue, whereas A086 has an instruction queue. Okay, pipelining: A086 doesn't support a pipelined architecture, while A086 support a pipelined architecture. And IO input-output: A085 can address 256 IO lines, whereas A086 can access 65,536 IO lines to power 16. Okay, cost: the cost of A085 is low, whereas A086 is high. Clear ആയോ? സൈസ്: A085 8-bit ആണ്, A086 16-bit ആണ്. 8085ന് 16-bit അഡ്രസ്സ് ഉള്ളൂ, A086ന് 20-bit അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട് A086ന്. A085ന് ഇൻസ്ട്രക്ഷൻ ക്യൂ ഇല്ല. ഓക്കെ, നമുക്കിനി A086ൻ്റെ ആർക്കിടെക്ചർ നോക്കാം. A086 ആർക്കിടെക്ചർ. ഓക്കെ, A086 ഈസ് എ 40-pin IC. ഇതെന്ന് പറയുന്നത് ഈ മൈക്രോ പ്രൊസസ്സറിന് എത്ര പിൻ ICയിൽ എത്ര പിന്നുണ്ട്? 40-pin IC ഉണ്ട്. A086. ഇപ്പോൾ A086 ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. A086 എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 16-bit മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ ആ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU-നകത്ത് മദർ ബോർഡിനകത്ത് ഇരിക്കുന്ന ഒരു IC ആണ് കേട്ടോ. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൽ A086 മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ A086നെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. ഇറ്റ് ഈസ് എ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് A085. A085ൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് A086 മൈക്രോ പ്രോസസ്സർ. 8085ന് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഏത്? A086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ. A085 എന്ന് പറയുന്നത് 8-bit മൈക്രോ പ്രോസസ്സറാണ്. ലോ സ്പീഡേ ഉള്ളായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇച്ചിരൂടെ സ്പീഡ് കൂട്ടി 16-bit മൈക്രോ പ്രോസസ്സറാണ് A086. ഇതാര്? ഇൻ്റലാണ് ഇത് ഡിസൈൻഡ് ചെയ്തത് 1976. നിങ്ങൾ ചില ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണത്തില്ല ഇൻ്റൽ എന്ന് എഴുതിയേക്കുന്നത്. അതിനകത്ത് ഇൻ്റൽ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇൻ്റൽ ഡെവലപ്പ് ചെയ്ത മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ അതിനകത്ത് എഴുതി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 16-bit മൈക്രോ പ്രോസസ്സറാണ്. A086 എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം, അത് 16-bit മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്ഡ് വെർഷൻ ഓഫ് A085 മൈക്രോ പ്രോസസ്സർ ഡിസൈൻഡ് ബൈ ദ ഇൻ്റൽ ഇൻ 1976. ഇറ്റ് ഈസ് എ 16-bit മൈക്രോ പ്രോസസ്സർ. 16-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കും 16-bit ഡേറ്റ ലൈൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ 16-bit അഡ്രസ്സ് 16-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറയാൻ കാര്യം എന്താ? ഇതിനകത്ത് 16-bit ഡേറ്റ ലൈൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പവർഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇറ്റ് ഈസ് എ 16-bit ALU ഉണ്ട്, 16-bit ഓഫ് രജിസ്റ്റർ ഉണ്ട്, 16-bit ഓഫ് ഇൻറ്റേർണൽ ഡേറ്റാബേസ് ഉണ്ട്, 16-bit എക്സ്റ്റേണൽ ഡേറ്റാബേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്താ 16-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ഓപ്പറേഷൻ മോഡ്സ് ഓഫ് A086. 8086ന് 2 ഓപ്പറേഷൻസ് മോഡുണ്ട്. ഏതൊക്കെയാ? മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡ്. മിൻ മോഡ് ആൻഡ് മാക്സിമം മോഡ്.
മിനിമം മോഡിനകത്തുള്ളൊരു പ്രത്യേകത അത് സിംഗിൾ പ്രോസസ്സറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. A086 സിംഗിൾ പ്രോസസ്സറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിൻ മോഡ് ആക്റ്റീവ് ആക്കും. മാക്സിമം മോഡ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇപ്പം അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇപ്പം 8 എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ജോലി വേറെ പ്രോസസ്സറിന് കൊടുക്കും. അതിനെയാണ് അപ്പോഴാണ് അത് മാക്സിമം മോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് A086 നോക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് A086. A086 ഈസ് എ 40 പിൻ IC, അതായത് 20 പിൻസ് ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡ് 20 പിൻസ് ഉണ്ട്. അതാണ് 40 പിൻ IC എന്ന് പറയുന്നത്. നമ്മൾ പിൻ ഡയഗ്രാമൊക്കെ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ 16 ബിറ്റ് പ്രോസസ്സർ. ഇതെന്ന് പറയുന്നൊരു 16 ബിറ്റ് പ്രോസസ്സറാണ്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഓപ്പറേറ്റിംഗ് വോൾട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ് കേട്ടോ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. 5 വോൾട്ട് മതി. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 5 വോൾട്ട്. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 മെഗാഹെർട്സ് ആണ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 മെഗാഹെർട്സ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 MB ആണ്. ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെത് 1 MB ആണ്. ഓക്കെ, ടോട്ടൽ മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി ഈസ് 1 MB. ഇപ്പോൾ ഫ്രീക്വൻസി 5 മെഗാഹെർട്സ് ആണ്. വോൾട്ടേജ് ഇതിന് പ്രവർത്തിക്കേണ്ട ഓപ്പറേറ്റിംഗ് വോൾട്ട് 5 വോൾട്ടാണ്. ഇത് A086 ഒരു 40 പിൻ IC ആണ്. ഇത് 16 ബിറ്റ് പ്രോസസ്സറാണ്. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 5 വോൾട്ടാണ്. ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് 5 മെഗാഹെർട്സ് ആണ്. ടോട്ടൽ അഡ്രസ്സിംഗ് കപ്പാസിറ്റി ഈസ് 1 MB എക്സ്റ്റേണൽ. നെക്സ്റ്റ് 16 ബിറ്റ് ഡേറ്റാ ബസ്സും 20 ബിറ്റ് അഡ്രസ് ബസ്സും ഉണ്ട്. ഇതിന് 16 ബിറ്റ് ഡേറ്റാ ബസ് ആൻഡ് 20 ബിറ്റ് അഡ്രസ് ബസ്. ഓക്കെ, ഡേറ്റാ ബസ് 16 ബിറ്റാണ്. വേറെ എന്തൊക്കെയുണ്ട് 16 ബിറ്റ്? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 16 ബിറ്റ് ALU ഉണ്ട്, 16 ബിറ്റ് രജിസ്റ്റർ ഉണ്ട്, 16 ബിറ്റ് ഇൻറ്റേർണൽ ഡേറ്റാ ബസ് ആൻഡ് 16 ബിറ്റ് എക്സ്റ്റേണൽ ഡേറ്റാ ബസ്. അതുകൊണ്ട് ഇറ്റ്സ് റിസൾട്ടിങ് ഫാസ്റ്റർ പ്രോസസ്സിങ്. ഓക്കെ, അഡ്രസ് ലൈൻസ് മാത്രം 20 ബിറ്റ്. അത് മെമ്മറിയിൽ വെക്കണം കേട്ടോ. ഇറ്റ് വാസ് ദ ഫസ്റ്റ് 16 ബിറ്റ് പ്രോസസ്സർ ഹാവിങ് 16 ബിറ്റ് ALU, 16 ബിറ്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് 14 16 ബിറ്റ് രജിസ്റ്റർ. ഇതിന് 14 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഇത്രയും ക്ലിയർ ആയോ? അതായത് A086 ഈസ് എ 40 പിൻ IC ആണ്. ഇറ്റ് ഈസ് എ 16 ബിറ്റ് പ്രോസസ്സറാണ്. വോൾട്ടേജ് 5 വോൾട്ട് വേണം. ഫ്രീക്വൻസി 5 മെഗാഹെർട്സ് ആണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് A086. A086ൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഇൻറ്റേർണൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഒരു ICയുടെ അതായത് A086ൻ്റെ ICയുടെ ഉള്ളിനകത്ത് എന്തെല്ലാം ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഡിവൈഡഡ് ഇൻറ്റു ഇൻറ്റേർണൽ ആർക്കിടെക്ചർ. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ഇൻറ്റു 2 ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. വിച്ച് ആർ ദേ? യെസ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് BIU, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. ഇൻ്റർഫേസ് മീനിങ് എന്താ? ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ മീഡിയേറ്റർ അല്ല, അതായത് നമ്മുടെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത് ആരാണ്? ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മീഡിയേറ്ററാണ്, പുറത്ത് നിൽക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും? ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. എക്സിക്യൂഷൻ നടത്തുന്നത് എക്സിക്യൂഷൻ യൂണിറ്റിലാണ്. ഓക്കെ, ഇതിന് കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. ഫങ്ഷണൽ പാർട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർക്കിടെക്ചർ ഓഫ് മൈക്രോ പ്രോസസ്സർ എപ്പോൾ നോക്കിയാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ പ്രോസസ്സർ. ഇറ്റ് ഈസ് എ മീഡിയേറ്റർ. പുറത്ത് നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് എക്സിക്യൂഷൻ ഒക്കെ നടത്തുന്നത് ഈ എക്സിക്യൂഷൻ യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനും ഓരോ പാർട്ടുണ്ട്.
ഈ 40 പിൻ IC അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്, അതേപോലെ ഓരോ ഫങ്ഷൻസ് ചെയ്യാൻ ഓരോ പാർട്ടുണ്ട്. അപ്പോൾ നമുക്കത് വിശദമായി പഠിക്കാം. ഓക്കെ, അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിനെ കുറിച്ച് ആദ്യം നോക്കാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിന് മെയിനായിട്ട് 4 ഫങ്ഷൻസ് ആണുള്ളത്. ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. അതാണ് മെയിൻ 4 ഫങ്ഷൻസ്. ഓക്കെ, ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി. മെയിൻ 4 ഫങ്ഷനാണുള്ളത്. ഫെച്ച് ദ ഡേറ്റ, fetch the instructions and data from the memory, എന്നുവെച്ചാൽ പിന്നെ റൈറ്റ് ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, അതേപോലെ തന്നെ റീഡ് ഡേറ്റ ഫ്രം മെമ്മറി. ഇൻസ്ട്രക്ഷന് ഡേറ്റയും ഫെച്ച് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക. ഫെച്ച് മീൻസ് റീഡ് ചെയ്യുക എന്നുള്ളത്. റൈറ്റ് ഡേറ്റ ടു മെമ്മറി, ഡേറ്റ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുക. അതുപോലെ റൈറ്റ് ഡേറ്റ ടു പോർട്സിലോട്ട് റൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീഡ് ഡേറ്റ ഫ്രം ദി പോർട്സ് മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് IO പോർട്സ് ഇല്ലേ, അത്. അപ്പോൾ മെയിൻ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് 4 ഫങ്ഷൻസ് ആണ്. ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി, റൈറ്റ് ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. അതായത് ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ഓർ IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക. എന്നിട്ട് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് അത് ആർക്ക് കൊടുക്കും? എക്സിക്യൂഷൻ യൂണിറ്റിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് അല്ലേ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അത് ഇൻ്റർഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻ്റർമീഡിയറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫെച്ച് ദ 4 ഫങ്ഷൻസ് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു മെമ്മറി. അത് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും ഒക്കെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ട് അത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എക്സിക്യൂഷൻ യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. റൈറ്റ് ദ ഡേറ്റ ടു മെമ്മറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഫങ്ഷൻസാണ് ഇത് 4. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ബസ് 8086 ആർക്കിടെക്ചറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് അതൊരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് മെയിനായിട്ട് 4 ഫങ്ഷൻസാണ് ഉള്ളത്. ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി, റൈറ്റ് ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. ക്ലിയർ ആയോ? ആ 4 ഫങ്ഷൻസും ക്ലിയർ ആയോ? ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഫ്രം മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. അതായത് 2 മെമ്മറിയുടെ കാര്യവും പറയുന്നുണ്ട്, 2 പോർട്സിൻ്റെ കാര്യം പറയുന്നു. റീഡും റൈറ്റും അത്രയേ ഉള്ളൂ. ഓക്കെ, ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഫ്രം ദ മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു മെമ്മറി, റൈറ്റ് ദ ഡേറ്റ ടു പോർട്സ്, റീഡ് ഡേറ്റ ഫ്രം പോർട്സ്. അങ്ങനെയാണ് അതിൻ്റെ 4 ഫങ്ഷൻസ്, മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള 2 ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും ഉണ്ട്, മെമ്മറി പോയിൻ്ററും ഉണ്ട്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് വെച്ചാൽ 16 ബിറ്റ് രജിസ്റ്റർ ദാറ്റ് കീപ്സ് ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അതായത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട അഡ്രസ്സായിരിക്കും അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ 16 ബിറ്റ് രജിസ്റ്റർ ദാറ്റ് കീപ്സ് ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. സെഗ്മെൻറ്റ് രജിസ്റ്റർ 4 സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? കോഡ് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്. The memory space 1 MB of 8086 segmented into 4 blocks. Each block specified register with maximum size 64 KB. ഓരോന്നിനും 64 KB ആണ്. ടോട്ടൽ 1 MB ആണ്. എന്താ അതിൻ്റെ പേരൊക്കെ? കോഡ് സെഗ്മെൻറ്റ് CS, ഡേറ്റ സെഗ്മെൻറ്റ് DS, സ്റ്റാക്ക് സെഗ്മെൻറ്റ് SS, എക്സ്ട്രാ സെഗ്മെൻറ്റ് ES.
കോഡ് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്. ക്ലിയർ ആയോ? അത് ഈച്ച് ബ്ലോക്ക് സ്പെസിഫൈഡ് ബൈ രജിസ്റ്റർ വിത്ത് മാക്സിമം സൈസ് ഓഫ് 64 KB. ഓരോന്നിനും 64 KB സൈസാണുള്ളത്. ടോട്ടൽ 1 MB. അപ്പോൾ CS എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ കോഡ് സെഗ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്രസ്സിങ് ആൻഡ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ. ഇനി മൂന്നാമത്തേതായിട്ട് പഠിക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ ക്യൂ ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ക്യൂ അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് പെർഫോമൻസ് ഓപ്പറേഷൻ ഇൻ പാരലൽ വിത്ത് എക്സിക്യൂഷൻ യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ബൈറ്റ് വൈൽ എക്സിക്യൂഷൻ യൂണിറ്റ് is executing operation. The prefetched instruction is saved in instruction queue. അതായത് 6 ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതായത് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇൻ്റർണൽ ഡയഗ്രാം, ആർക്കിടെക്ചർ ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ബൈറ്റ് ക്യൂ ഉണ്ട്. 1 2 3 4 5 6 എന്നുള്ളത്. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് പെർഫോംസ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ പാരലൽ വിത്ത് എക്സിക്യൂഷൻ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും ഒരേപോലെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് പെർഫോംസ് ഓപ്പറേഷൻ പാരലൽ വിത്ത് എക്സിക്യൂഷൻ യൂണിറ്റ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ബൈറ്റ് വൈൽ എക്സിക്യൂഷൻ യൂണിറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് ഓപ്പറേഷൻ. എക്സിക്യൂഷൻ യൂണിറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫെച്ചസ് ഇൻസ്ട്രക്ഷൻ ബൈറ്റ്. ഓരോ ഇൻസ്ട്രക്ഷൻ ബൈറ്റിനെയും ഫെച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? കേട്ടോ, ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇൻ്റേണൽ ആർക്കിടെക്ചർ ഓഫ് ബസ് നമ്മുടെ A086 മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻ്റർണൽ ആർക്കിടെക്ചർ. കണ്ടോ, ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് മേളിൽ കാണുന്നത്, എക്സിക്യൂഷൻ യൂണിറ്റാണ് താഴെ കാണുന്നത്. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എന്തൊക്കെയുണ്ട്? അതിനകത്ത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പർപ്പസ് രജിസ്റ്റേഴ്സ് അല്ല, മറ്റേ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, അതായത് എക്സ്ട്രാ സെഗ്മെൻറ്റ്, കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. മെയിനായിട്ട് എക്സിക്യൂഷൻ യൂണിറ്റിനകത്തുള്ള 3 ഫങ്ഷണൽ പാർട്ട് ഇൻസ്ട്രക്ഷൻ പോയിൻറ്റ്, സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ക്യൂ. ഓക്കെ, അതേപോലെ എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ മെയിൻ പാർട്ടെന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്ററും പോയിൻ്റർ ആൻഡ് ഇൻഡെക്സ്ഡ് രജിസ്റ്റർ, ALU, ഫ്ലാഗ് രജിസ്റ്റർ ആൻഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് to tell BAU where to fetch the instruction or data from, to decode the instructions, to execute the instruction. ഒക്കെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും പോയിൻ്റർ ആൻഡ് ഇൻഡെക്സ്ഡ് രജിസ്റ്ററും ALUം ഫ്ലാഗ് രജിസ്റ്ററും ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റും. ജനറൽ പർപ്പസ് രജിസ്റ്ററാണ് AX, BX, CS, DX അങ്ങനെ പോകുന്നത്. അത് AH, AL ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റേത് BH, BL. പിന്നെ ALUവിനകത്ത് ഇറ്റ് ഈസ് 16 ബിറ്റ് ALU. ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. റിസൾട്ട് ആസ് വെൽ ആസ് 16 ബിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് 16 ബിറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. അതിനകത്ത് 7 ഫ്ലാഗ് അൺയൂസ്ഡും 9 ഫ്ലാഗ്സ് യൂസ്ഡുമാണ്. ആ 9 ഫ്ലാഗ്സ് യൂസ്ഡിനകത്ത് കണ്ടീഷണൽ ഫ്ലാഗ്സ് ഉണ്ട്. അതാണ് ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ഫ്ലാഗ്, പ്യാരിറ്റി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് ആൻഡ് ഓവർഫ്ലോ ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് ആൻഡ് ഓവർഫ്ലോ കണ്ടീഷൻ ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഓക്സിലറി ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വെൻ ആൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് അറ്റ് ALU ഇറ്റ് റിസൾട്ട് ഇൻ ക്യാരി ഓർ ബോറോ ഫ്രം ദ ലോവർ നിബിൾ ടു അപ്പർ നിബിൾ. ദെൻ ദ ഫ്ലാഗ് ഇസ് സെറ്റ്. Carry given by D3 bit to D4 is AF flag. The processor രണ്ട് ഫ്ലാഗാണ്. പ്യാരിറ്റി ഫ്ലാഗ് 2 ഫ്ലാഗ്സ് ആണ്. ഓഡ് പ്യാരിറ്റി ഫ്ലാഗ് ആൻഡ് ഈവൻ പ്യാരിറ്റി ഫ്ലാഗ്. സീറോ ഫ്ലാഗ് എന്ന് പറയുമ്പം സെറ്റ് ടു 1 വെൻ ദ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ ഈസ് 0. പിന്നെ സൈൻ ഫ്ലാഗ് എന്ന് പറയുന്നത് വെൻ ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് നെഗറ്റീവ് ദ സൈൻ ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1. ഓവർഫ്ലോ ഫ്ലാഗ് ആകുമ്പോൾ ദിസ് ഫ്ലാഗ് റെപ്രസെൻറ്റ് ദ റിസൾട്ട് വെൻ ദ സിസ്റ്റം കപ്പാസിറ്റി ഈസ് എക്സീഡഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടീഷണൽ ഫ്ലാഗ് മനസ്സിലായല്ലോ. ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ഫ്ലാഗ്, പ്യാരിറ്റി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ് ആൻഡ് ഓവർഫ്ലോ ഫ്ലാഗ്.
ഓക്കെ, ഇനി അല്ലാതെ 3 കൺട്രോൾ ഫ്ലാഗ്സ് ഉണ്ട്. അത് ട്രാപ്പ് ഫ്ലാഗ് ആൻഡ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗും ഡയറക്ഷൻ ഫ്ലാഗുമാണ്. ട്രാപ്പ് ഫ്ലാഗ്, ഇൻറ്ററപ്റ്റ് ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ്. ഓക്കെ സ്റ്റുഡൻസ്. Okay, parity flag. This flag is used to indicate the parity of the result when the lower order 8 bits of the result contains even number. അതായത് ഈവൻ പാരിറ്റി ഉണ്ട്, ഓഡ് പാരിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ ഓഡ് നമ്പർ വൺസ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് ഈസ് റീസെറ്റ്. നെക്സ്റ്റ് സീറോ ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ഫ്ലാഗ്